വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വേറൊരു വയൽ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകണം. നമ്മൾ അങ്ങോട്ട് നടക്കുന്ന വഴിയാണ്, കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വയലിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൃഷികളായിട്ട് നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളവിടെ ചീനിയാണ് നട്ടേക്കുന്നത്. അത് നട്ടതേ ഉള്ളൂ, അല്ലാതെ കിളിച്ച് വന്ന് തുടങ്ങിയൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വയൽ കാണിക്കാമെന്ന് വെച്ചിട്ട് കാണിക്കുകയാണ്. അവിടെ ഫുള്ള് ഞാനിപ്പോൾ കാണിച്ച വയലുകളൊക്കെ കിടക്കുന്നില്ല, അതേപോലെ പോച്ചയൊക്കെയായിരുന്നു. പിന്നെ അത് നമ്മളെ കൊണ്ട് ഒന്നും അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല, നികത്താനൊന്നും പോച്ച എത്തി കളയാനൊന്നും പാടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അതുപോലെ JCB ഒക്കെ വിളിച്ചു, അത് ഇളക്കി മറിച്ചിട്ടു. അതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ ചീനയൊക്കെ നട്ടേക്കുവാണ്. അതിൻ്റെ ഗ്രോത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ചീനിയൊക്കെ പറിക്കാനൊന്നും കാണിച്ചു തരാം ഞാൻ. അങ്ങനെ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആണ് നമ്മുടെ വയലിലോട്ടേക്ക് പോകുന്ന വഴി. കുറച്ച് ഉള്ളിലാണ്, ഒരുപാട് ഉള്ളിലൊന്നുമല്ല, എന്നാലും നമ്മുടെ പഴയ വയലിനെക്കാട്ടി കുറച്ചും കൂടി ഉള്ളിലാണ് ഈ വയൽ നിൽക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ആ സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര കാട് പിടിച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ ഒത്തിരിയൊക്കെ പുരോഗമിച്ച് വീടുകളൊക്കെ വന്നു തുടങ്ങി. എന്നാലും ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വയലാണ്. ഇത് പണ്ട് കാലത്ത് ഭയങ്കര വയലും കാടുമായിട്ടൊക്കെ കിടന്ന സ്ഥലമാണ്. ഇവിടെ റോഡായി, ഇങ്ങനെയുള്ള റോഡൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ. വളരെ മാറ്റങ്ങളുണ്ട്, വർഷങ്ങൾ കഴിയും തോറും ഇവിടെയും മാറ്റങ്ങളായി. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പഴയ സ്ഥലത്തൂടെയൊക്കെ വന്ന വഴി കൂടെ വന്നപ്പം അവിടെ വലിയ റോഡായി, അതുപോലെ കോൺക്രീറ്റ് ഇട്ട റോഡായി, വീടുകളായി. അപ്പം ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും ഓരോ മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വയൽ റിവീൽ ചെയ്യാം. അപ്പം നമ്മുടെ വയലൊക്കെ ഇന്ന് കാണിച്ചു തരാം. ഇത് 30 സെൻറ്റ് എങ്ങാണ്ടുള്ള വയലാണെന്നാണ് പറഞ്ഞു കേട്ടത്, എനിക്കറിയില്ല. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, പക്ഷേ ഇച്ചിരി അപകടം പിടിച്ച കുളമാണ്. കുളത്തിലൊക്കെ നല്ല താഴ്ചയുണ്ട്. വീണ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ വന്ന് പിന്നെ രക്ഷിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്നാലും എല്ലാവർക്കും കൂടെ പേടിയാണ്, സൈഡ് ഇടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നമ്മൾ ചീനിയൊക്കെ നട്ടതും, എന്ന് വെച്ചാൽ കമ്പ് വെച്ചതേ ഉള്ളൂ, കിളിച്ചൊന്നും ആയിട്ടില്ല. ഇന്നലെയാണ് കമ്പ് വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ വീഡിയോ ചെയ്തപ്പം ഈ വയലും കാണിക്കാമെന്ന് കരുതി. കുറേ ഷോർട്ട് വീഡിയോസ് ഞാനിങ്ങനെ ഓരോ കൃഷികളുടെയൊക്കെ ഇടുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ വ്ളോഗുകൾ ചെയ്യാം, നമ്മുടെ വയലുകൾ ഏതൊക്കെയാണ്, വയലെന്തൊക്കെ കൃഷിയുണ്ട് എന്നൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ ചീനി നട്ടേക്കുന്നേ ഉള്ളൂ. അപ്പം ചീനിയുടെ വിശേഷങ്ങളുമായി നമുക്ക് ചീനി ഇനി വളർന്നു വന്നിട്ട് നമുക്ക് ചീനിയുടെ ഗ്രോത്തൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ ചീനി പറിക്കുന്ന ഇത് 6 മാസം കമ്പായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പം 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീനിയൊക്കെ കാണാം. അപ്പം നമ്മുടെ വയൽ കാണാം. ആണ് നമ്മുടെ വയൽ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭയങ്കര പാടായിരുന്നു ഇവിടെ കിളച്ചൊക്കെ ഇടാം. JCB വന്ന് കിളച്ചിട്ട് പോലും ഇവിടെ അങ്കിള് ചെയ്തപ്പം ഭയങ്കര പാടായിരുന്നു ചെയ്യാനൊക്കെ. അപ്പം അവിടെ പണയൊക്കെ കോരി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ വരുമ്പം വെള്ളം വരുന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇതിട്ടേക്കുന്നത്, ചാലിട്ടേക്കുന്നത്. ചാലിങ്ങനെ നേരെ അങ്ങ് പോകും. മഴ വരുമ്പോഴത്തേക്ക് ചീനിയിലൊന്നും വെള്ളം കയറാതിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ചീനിക്ക് ഇന്നലെയാണ് വെച്ചത്. അപ്പം ഈ കാണുന്ന ഇത്രയും ചീനി നമ്മളുടെയാണ്. ആ കുറച്ച് പച്ചപ്പുള്ള ഭാഗത്ത് മടിയായ കാരണം ചെയ്യാതിരുന്നതാണ്. ഇനി അവിടെ മഞ്ഞൾ നടാമെന്നൊക്കെ ഒരു ഇതുണ്ട്.
അതൊക്കെ നടുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇവിടെ നിന്ന് അങ്കിള് വെള്ളം കോരുവാണ്. നമ്മൾ ഇന്നലെ നട്ടത്. അപ്പോൾ ഇന്ന് രാവിലെ വെള്ളം കോരുക, രാവിലെ വൈകിട്ടൊക്കെ വെള്ളം കോരുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട്. നല്ല ഇവിടെ ആണെങ്കിൽ ഒരു തണൽ പോലും ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എന്നെ കളിയാക്കുന്നു വീഡിയോ എടുക്കുന്നതിന്. ഇതാണ് ഞാൻ പറഞ്ഞ അപകടകരമായ കുളം. അങ്ങ് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. വീണ് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും. പിന്നെ അവിടെ സൈഡ് പോലും പിടിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് നിൽക്കുക അങ്ങനെ. അപ്പം ഇത് നമ്മൾ JCB വന്നപ്പം പിന്നെ ഒന്നും കൂടി വലുതാക്കിയത് ഈ കുളം. ചെറുതായിരുന്നെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു കുളം ഉണ്ടെന്ന് അറിയില്ല. ആദ്യം ഞാൻ വന്നപ്പോൾ ഈ കുളം കണ്ടില്ല. കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല. പിന്നീട് വന്നപ്പോഴാണ് ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. കാരണം അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു സ്ട്രക്ചർ കാണുമല്ലോ, ഇങ്ങനല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ടങ്ങ് പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴാണ് ഈ കുളം കണ്ടത്. ഇത് ഭയങ്കര ഒരു അപകടം പിടിച്ച കുളം. അറിയാത്തവരൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ കുളമല്ലേ, ഇച്ചിരി നേരം വേണം കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ പോലും പറ്റത്തില്ല. അതേപോലെ ഒരു അപകടം പിടിച്ച കുളമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൂടെ പോകുന്നവരൊന്നും പെട്ടെന്ന് കാണത്തില്ല. പിന്നെ അകത്ത് കയറിയാലേ കാണത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ബാക്കി വന്ന ഇതൊക്കെ കൊമ്പുകളൊക്കെ ഇവിടെ കുത്തി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ചീനിയുടെ വിശേഷങ്ങൾ ഇതാണ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഇതിൻ്റെ ഗ്രോത്തൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ശരി, ടാറ്റ.